ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റാഗി ദോശയാണ് ഇന്നുണ്ടാക്കുന്നത്. നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള റാഗി ദോശയാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. റാഗി ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ റാഗി പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. റാഗി പൗഡർ ചേർക്കുമ്പോൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് ഇനി 1/4 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്കിത് മൂന്നും കൂടെ നന്നായി ഒന്ന് വാഷ് ചെയ്തെടുത്ത് സോക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി ഒന്ന് വാഷ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. റാഗി പൗഡർ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഉഴുന്നും ഉലുവയും മാത്രം ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് റാഗി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇതൊരു 3 മണിക്കൂറൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി തന്നെ മിക്സിയുടെ ജാറിലോട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് സോക്ക് ചെയ്ത് വെച്ച റാഗിയും ഉഴുന്നും ഉലുവയും കൂടെ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറിന് പകരം നമുക്ക് അവൽ വേണമെങ്കിലും കുതിർത്ത് വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി റാഗിയെല്ലാം സോക്ക് ചെയ്ത് വെച്ച് അതേ വെള്ളം തന്നെ അല്പം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കണം. റാഗിയുടെ ഉഴുന്നിൻ്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ബാറ്റർ നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. കൈ വെച്ചിനി ഇതൊന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഓവർനൈറ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഇപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ബാറ്ററെല്ലാം നന്നായി തന്നെ പൊളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് ദോശ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ദോശ പാൻ വെച്ച് ഓരോ ദോശയായിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു ദോശ പാൻ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 1.5 തവി ബാറ്റർ ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ തിന്നായിട്ടാണ് ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. തിന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ റാഗി ദോശയ്ക്ക് നല്ല ക്രിസ്പിനെസ് ലഭിക്കും. ഇല്ലെങ്കിൽ നമുക്ക് സെറ്റ് ദോശ പോലെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ദോശ ഒന്ന് കുക്കായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് അല്പം ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗീ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി ഒന്നുകൂടെ ഒന്ന് നന്നായി മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ റാഗി ദോശ നന്നായി തന്നെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി മൊരിയിച്ചെടുക്കുമ്പോഴാണ് റാഗി ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ലഭിക്കുന്നത്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അതുപോലെ നമുക്ക് ഓരോ ദോശയും ചുട്ടെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. റാഗി ദോശയെല്ലാം ഇപ്പോൾ റെഡിയായ ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള റാഗി ദോശയാണ്. ഈ രീതിയിൽ ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ലഭിക്കും. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിൽ റാഗി ദോശ ബാറ്റർ ഒന്ന് റെഡിയാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്